ഹായ് എവരിവൺ, ദ ക്ലാസ്മേറ്റ്സ് അൺഫിൽറ്റേഡിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് IPL വിശേഷങ്ങളാണ്. സോ ഇന്നലെ നമ്മളുടെ IPLന്റെ ആദ്യ മത്സരം കഴിഞ്ഞിരിക്കുന്നു. SRH ബാംഗ്ലൂരും തമ്മിലായിരുന്നു മത്സരം. അതിൽ RCBക്ക് വൻ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. സോ ഞങ്ങളുടെ പ്രൊഡിക്ഷൻ പോലെ പ്രൊഡിക്ഷൻ പോലെ ഞങ്ങൾ രണ്ടുപേരും 3 പേര് SRH ആയിരുന്നു. ഞങ്ങൾ പറഞ്ഞായിരുന്നു RCB ആണ് ചാൻസ്. 3 പേരല്ലോ, ഞങ്ങൾ ഞാൻ മാത്രമായിരുന്നു ആദ്യം RCB പറഞ്ഞത്. അവരും പറഞ്ഞത് ഫസ്റ്റ് ബാറ്റിംഗ് RCBക്ക് കിട്ടുവാണെങ്കിൽ SRH എന്താ ജയിക്കും ഉറപ്പിച്ചു പറഞ്ഞത്. ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിയില്ല, അതുകൊണ്ട് മാത്രമല്ല പിന്നെ എന്തായാലും ജയിച്ചു. ഇതൊന്നും കൂടുതൽ പറയാനില്ല, കൂടുതൽ പറയണം. കാരണം നമ്മളുടെ വിശകലനം അത് തന്നെയാണ്. പോസ്റ്റ് മാച്ച് അനാലിസിസാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. സോ എങ്ങനെയുണ്ടായിരുന്നു RCBയുടെ മാച്ച്? RCBയുടെ മാച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇമ്പാക്ട് പ്ലെയറിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തതാണ് ഇന്നലത്തെ കളിയുടെ ഏറ്റവും RCBയുടെ പോയിന്റ്. അതായത് കറക്റ്റ് ഡഫീനെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വെച്ച് പഠിക്കലിനെ മാറ്റി എക്സ്ചേഞ്ച് ചെയ്തു. ആ 2 ഇമ്പാക്ട് പ്ലെയർ അവരെ കൊണ്ട് ചെയ്യുന്ന രീതി ചെയ്തു. സാധാരണ നമ്മൾ കാണുമ്പോൾ 4 ഓവറിനകത്ത് ആദ്യത്തെ സ്പെല്ല് ഡഫി മാത്രമല്ല ഡഫീനെ കൊണ്ട് 4 ഓവർ അത് അവരുടെ ഏറ്റവും വലിയ ബ്രില്യൻസ് ആയിരുന്നു. സാധാരണ ഫ്ലോപ്പ് ആവുകയാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ 10 ഓവർ തന്നെ പെട്ടെന്ന് തീർക്കണം എന്ന് ഉദ്ദേശിച്ചു. മാത്രമല്ല ഡഫിക്ക് അതിന്റെ ഇടയ്ക്ക് ബൈക്ക് പറ്റി കഴിഞ്ഞാൽ അടുത്ത കളിയിനകത്തും അവർ പെട്ടെന്ന് ഡഫീനെ ഇതാക്കി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പഠിക്കലെ കൊണ്ടുവന്ന് 3 ക്യാച്ച് പഠിക്കല് ചെയ്യുകയും ചെയ്തു. പഠിക്കല് 3 ക്യാച്ച് ചെയ്യുകയും ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു സൈഡ് ഇമ്പാക്ട് പ്ലെയറിനെ ഏറ്റവും നന്നായി യൂസ് ചെയ്യുകയും ചെയ്തു, മറ്റേ സൈഡ് ഇമ്പാക്ട് പ്ലെയറിന്റെ പരാജയം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ആദ്യത്തെ സ്പെല്ല് മറ്റേ നമ്മുടെ പെയിന്റെ ആദ്യത്തെ സ്പെല്ല് കുറച്ച് മോശമായിരുന്നു. പിന്നെ 2 വിക്കറ്റ് എടുത്തെങ്കിലും ഒരു പരാജയപ്പെട്ട അവസ്ഥ തന്നെയായിരുന്നു. ബോളിംഗ് പരാജയമാണെങ്കിലും ബാറ്റിംഗിൽ എന്താന്ന് വെച്ചാൽ ആദ്യത്തെ ഇത്രയും പേര് ബാറ്റ്സ്മാൻമാരുടെ ഉള്ളത് എല്ലാവരും അടിക്കാനാണ് നോക്കണം. അതായത് ആരും നിൽക്കാനല്ല നോക്കുന്നത്. ഇപ്പൊ ശരിക്കും അവിടെയാണ് ഡഫി വിജയിച്ചത്. കാര്യം ആ 2ാമത്തെ ഓവർ ഡഫിയുടെ 2 വിക്കറ്റാ പോയത്. എന്നിട്ടും ആരും ഹോൾഡ് ചെയ്യുന്നില്ല, എല്ലാരും അടിക്കാൻ മാത്രമാണ് ആ സമയത്ത് ആക്ച്വലി ഹോൾഡ് ചെയ്തായിരുന്നു. ക്ലാസിനും ഒരു പാർട്ണർഷിപ്പ് ഇതിനകത്ത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഫിൽസോൾട്ടിന്റെ ക്യാച്ച്. ഫിൽസോൾട്ടിന്റെ 2 ക്യാച്ചും അവസാനത്തെ 2 ക്യാച്ച്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ക്ലാസിന്റെ വിക്കറ്റ് ഒരു ചർച്ചാ വിഷയമാണ്. എനിക്ക് തോന്നിയത് ആക്ച്വലി അത് അവിടെ ബോഡി മുട്ടുന്നതായിട്ടാണ്. ആദ്യം ബോഡി മുട്ടുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ നമുക്ക് അതിന് ഷാഡോ കാണാം. അതായത് അകന്നാ നിൽക്കുന്ന കാലിന്റെ ഷാഡോ ആണ് അവിടെ. ഒരാംഗിൾ കാണിക്കുമ്പോ ഇവന്റെ അശ്വിനെ കുറെ മാറി നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് മുട്ടിയ പോലെ അത് ഒറ്റ വ്യൂവിനകത്ത് മുട്ടിയ പോലെ തന്നെയാണ്. പക്ഷെ അതൊരു ഷാഡോ, കാലിന്റെ ഷാഡോ ആയിരുന്നു. അത് എന്തായാലും അത് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ക്യാച്ച് പക്ഷെ നല്ലൊരു ആക്ച്വലി മറ്റേ നമ്മളുടെ അനിക്കേത് വർമ്മേനെ ശരിക്കും വിട്ടാൽ മതി കളിക്കാൻ വേണ്ടി. ഷാൻഷൻ ആ സമയത്തേക്ക് കുറച്ച് ലാസ്റ്റ് ആയപ്പോഴേക്ക് ബാറ്റിംഗ് ഷാൻഷൻ ഏറ്റെടുത്ത് ചെയ്യാൻ നോക്കാൻ വേണ്ടിയാണ്. അനിക്കേതിനൊരു ലൈഫ് കിട്ടി. ക്യാച്ച് അത് മിസ് ചെയ്ത് കഴിഞ്ഞ തൊട്ടടുത്തോറ് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വന്നാളെ പക്ഷെ ഔട്ടാക്കിയാണ്. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നത് അനിക്കേത് വർമ്മ ശരിക്കും പറഞ്ഞാല് ആക്ച്വലി ഇഷാൻ കിഷൻ ഔട്ടാണെന്ന് വെച്ചാല് അനിക്കേത് വർമ്മ ആ സമയത്ത് ഇടയ്ക്ക് ഒരു റൺ എടുക്കാൻ നോക്കാണ്ട് നിന്നു. അപ്പൊ ഇവർ ഓടാൻ ശ്രമിച്ചായിരുന്നു ബോള്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അനിക്കേത് കിട്ടാൻ പറ്റും. കാരണം ഇവിടെ കഴിഞ്ഞ സീസണിലും അനിക്കേത് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇഷാൻ കിഷൻ ഔട്ടായപ്പോൾ റൺ ചെയ്തത് അനിക്കേത് തന്നെ അടിച്ചേറ്റത്.
RCB ഫീൽഡിംഗ് മൊത്തത്തിൽ നല്ലതായിരുന്നു. എല്ലാ സെക്ഷനും ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർ ഇമ്പാക്ട് പ്ലെയറിന്റെ യൂസ് ആയിരുന്നു. അല്ല അത് മാത്രമല്ല കളിക്കുമ്പോഴും ആള് കൺസിസ്റ്റന്റ് ബാറ്റ്സ്മാൻ അല്ലേ ഇപ്പോഴും. ഇപ്പൊ ഈ ഒരു കളി ഫോമായി, അടുത്ത കളി അതാണ് വേണ്ടത്. അല്ല അത് ഇമ്പാക്ട് പ്ലെയർ ആയതുകൊണ്ട് തന്നെ അത് അത്ര വലിയതായിട്ട് ബാധിക്കാൻ ചാൻസ് കുറവാണ്. ബാറ്റ്സ്മാൻ ബാധിക്കുന്നത് ഫീൽഡിംഗ് ഒക്കെ പക്ക 3 മുടി എടുത്തു. എനിക്ക് വേറൊരു പരാജയം തോന്നിയത് ഇഷാൻ കിഷൻ. കീപ്പിംഗ് ഇഷാൻ കിഷന്റെ ഇന്ത്യൻ ടീമിലെ പോലെ തന്നെ വളരെ മോശം. ക്യാപ്റ്റൻസിയും വളരെ മോശമായിരുന്നു. മല്ലിംഗയുടെ യൂസ് ചെയ്തിട്ടില്ല. പ്ലെയറൊന്നും ബോൾ കൊടുക്കാതെ ആദ്യമേ തന്നെ നിതീഷ് റെഡ്ഡിനെ കൊണ്ടാണ് ഓപ്പൺ ചെയ്യിപ്പിച്ചത് ബോളിംഗ്. അപ്പൊ ഈ പെയിനെ കൊണ്ടും മല്ലിംഗയെ കൊണ്ടും എറിയിപ്പിക്കണം, അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞ് വന്ന സ്പിന്നേഴ്സ് ആണെങ്കിലും ബോളിംഗിൽ അത്ര അല്ല കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതാണ് ഇവരുടെ ഷെപ്പേർഡിനും നല്ല അടി ഷെപ്പേർഡ് നല്ല എക്സ്പെൻസീവ് ആണ്. എനിക്ക് മറ്റേ ഹേസൽവുഡ് വന്നു കഴിഞ്ഞാൽ ഓൾറൗണ്ടർ ആണ്, എന്നാലും എനിക്ക് തോന്നുന്നത് മാറാൻ ചാൻസ് ഉണ്ട്. അഭിനന്ദന്റെ ഓവർ പുതിയ പ്ലെയറാണ്. പക്ഷെ ഭുവനേശ്വറിന് ശരിക്കും എടുത്തു പറഞ്ഞാൽ ആ 3 ഓവർ ആദ്യത്തെ 3 ഓവർ നല്ല ടൈറ്റ് ആയിട്ട് കളി. എല്ലാം ഒറ്റ ലെങ്ത് മിസ് ചെയ്യാതെ എല്ലാം ഗുഡ് ലെങ്ത് ബോളായിട്ട് അത് വൈഡ് ഭുവനേശ്വർ 3 വൈഡ് എറിഞ്ഞെങ്കിലും ആ സെയിം ലെങ്ത് അവര് പ്ലാൻഡ് ആയിരുന്നു. ഈ പറഞ്ഞ പിന്നെ അതേപോലെ അഭിഷേക് ശർമ്മേനെയും ഫുൾ പ്ലാൻ ആയിട്ട് വന്നത്. പക്ഷെ നേരെ കുറച്ച് SRH വന്നപ്പോഴേക്കും ആ ബോളിങ്ങിൽ ഒരു പ്ലാനേ ഇല്ല. വിരാട് കോഹ്ലി കുറെ കളികളിൽ ഒരേപോലെ ഔട്ടായിട്ടല്ല, അദ്ദേഹം എക്സിക്യൂട്ടീവ് ശ്രമിച്ചിട്ടില്ല ആ ഒരു രീതിക്ക് ഔട്ടാക്കാൻ വേണ്ടി വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി പക്ഷെ ഫിറ്റ്നസ് ബേസ് വിരാട് കോഹ്ലി കുറച്ച് ടയർഡായെന്ന് തോന്നുന്നു പെട്ടെന്ന് കളിയിൽ. പക്ഷെ പുള്ളിയുടെ ക്ലാസ് റണ്ണിംഗ് ടിക്കറ്റ്സ് ഒക്കെ നല്ല കുറവായിരുന്നു വിരാട് കോഹ്ലി. ഇപ്പോൾ പുള്ളി നിന്നടിക്കാൻ വേണ്ടി ചിലപ്പം ഫസ്റ്റ് കളിയാണല്ലോ, ഇഞ്ചുറിയും ആർക്കാനും പാടില്ല, ഉദ്ദേശിച്ചിട്ടുണ്ടാവും. എന്നാലും കളി ഓവറോൾ അല്ല ഫസ്റ്റ് കളി തന്നെ എന്റർടൈനിങ് ആക്കിയത്. 200 അടിക്കാൻ ഫസ്റ്റ് കളി തന്നെ അടിക്കില്ല എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷെ അത് 220 മുകളിൽ പോകുന്നു വിചാരിച്ചായിരുന്നു. കളി മൊത്തം മാറിയത്. ഇന്നലത്തെ ഇവരുടെ ബാറ്റിംഗ് 220 അറിയില്ല, കാരണം 15 ഓവർ കളി കഴിഞ്ഞില്ല. അത് അതല്ല പിച്ച് ചെറുത് 100 മീറ്ററൊക്കെ സിക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു. അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ബാറ്റിംഗിൽ ഈ പറഞ്ഞ പോലെ അത് വിശാലിഷൻ ബാറ്റ് ചെയ്യുമ്പോൾ ആ 2 സിക്സ് പോയിട്ടില്ല, തൊട്ടടുത്ത ജസ്റ്റ് ബാച്ച് ഇട്ടിട്ടപ്പോൾ അത് രാഹുൽ പറഞ്ഞായിരുന്നു പിച്ച് ചെറുതാണ് രാഹുൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ അല്ല ബാറ്റിംഗിൽ ഇപ്പൊ എല്ലാവരും തുടങ്ങിയെന്ന് പറയാം. ഇവരാണെങ്കിലും നമ്മുടെ ക്യാപ്റ്റൻ പട്ടേലാണെങ്കിലും നല്ലൊരു ഇമ്പാക്റ്റാണ് നടക്കിയത്. മാത്രമാണ് സോ മൊത്തത്തില് ബാറ്റിംഗ് പോയായിരുന്നു. എല്ലാ കളിയിലും പഠിക്കലും കറക്റ്റ് എൻട്രി കിട്ടിയാവുന്നത് അതിന്മേൽ തന്നെ പറ്റി മുമ്പോട്ട് എങ്ങനെ ചെയ്ത് നോക്കാം. മൊത്തത്തില് നല്ലൊരു കളി. ഫസ്റ്റ് കളി തന്നെ മാൻ ഓഫ് ദി മാച്ച് കിട്ടും. അത് നല്ലൊരു പയ്യും എല്ലാം കൊണ്ട് കറക്റ്റ് ആയിരുന്നത്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഇന്നലത്തെ മാച്ചിന്റെ അനാലിസിസ് ഇതാണ്, ഞങ്ങളുടെ ഒരു അനാലിസിസ് ഇതാണ്. അതിൽ തന്നെ കീ മൊമെന്റ് പറയുകയാണെങ്കിൽ എനിക്കാണ് ആ ഫസ്റ്റത്തെ സ്പെല്ല്. കാരണം അഭിഷേക് ശർമ്മേനെയും ട്രാവിസിനെയും പിടിച്ച് കെട്ടിയതുകൊണ്ടാണ് ആ സ്കോർ അതിലെത്തിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ പോയത്. അത് എടുത്തു പറയേണ്ടത് ഭുവനേശ്വർ കുമാറിനാണ്. കാരണം അപ്പൊ അതാണ് ഞങ്ങളുടെ പോസ്റ്റ് മാച്ച് അനാലിസിസ്. ഓക്കെ, സോ നമുക്ക് ഇനി ഇന്നത്തെ മാച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ മാച്ച്
മുംബൈ ഇന്ത്യൻസും അതേപോലെ തന്നെ KKR തമ്മിലുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ മത്സരമാണ് ഞാൻ പറയുന്നത്. ബ്ലോക്ക് ബസ്റ്റർ ആണ്, കാരണം രണ്ട് ടീമും വളരെ സ്ട്രോങ് ആണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അങ്ങനെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മാച്ച് നടക്കുന്നത്. മുംബൈയുടെ സ്വന്തം തട്ടകത്തിൽ KKR വിജയിക്കും, അതില്ലെങ്കിൽ മുംബൈ തന്നെ. യൂഷ്വലി മുംബൈക്ക് ഒരു എപ്പോഴും ഒരു സീനുണ്ട്, ആദ്യത്തെ മാച്ച് എല്ലാം തോൽക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് അതിന് മാറ്റം ഉണ്ടാകുന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആരാണ് ഇന്നത്തെ പ്രഡിക്ഷൻ? ടീം വൈസ് എനിക്ക് തോന്നുന്നു ജയിക്കാൻ സാധ്യതയുള്ളത്. പറഞ്ഞ പോലെ ചിലപ്പോ അവരുടെ ആദ്യത്തെ നോക്കണം എന്നുള്ളത് ഒരു ഇതുള്ളതുകൊണ്ട് അറിയില്ല. പക്ഷെ മുംബൈ ആണ് കൂടുതൽ ചാൻസ്. പക്ഷെ നമ്മുടെ ഇഷ്ടപ്പെടുന്ന ടീമാണ് കളിക്കുന്നത്. KKRന്റെ ഫസ്റ്റ് ടീമും സെക്കൻഡ് ടീമും മുംബൈ ആണ്. KKR ജയിക്കണം എന്റെ ആഗ്രഹം. ജയിക്കണം എന്നാണ് എന്തുകൊണ്ട് KKR ജയിക്കുകയാണെങ്കിൽ അല്ലാതെ വേറെ മുൻതൂക്കമായിട്ട് കുറച്ചുകൂടി എന്താണ് മുംബൈ കുറച്ച് സ്ട്രോങ്. കാരണം KKRന്റെ ഇപ്പോൾ ടീം പുതിയ ടീമിൽ ഇപ്പം എല്ലാവരും സെറ്റ് ആയി വരുന്നുണ്ട്. മറ്റേതാണെങ്കിൽ ഓൾറെഡി ഇന്ത്യൻ ടീം പകുതി കപ്പ് എടുത്തിട്ടുണ്ടല്ലോ ടീമിൽ മുംബൈ ഇന്ത്യൻസിനകത്ത്. ഇപ്പൊ രോഹിത് ശർമ്മ ശരി, ബുംറ, സൂര്യകുമാർ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ എല്ലാവരും ഫോമിലാണ്. എല്ലാവരും ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ആൾക്കാരാണ്. ജയിക്കുകയാണെങ്കിൽ ഒരു അട്ടിമറി വിജയമാണ്. ട്രയൽ മറ്റേ മാച്ച് നടത്തിയായിരുന്നല്ലോ, അതിനകത്ത് കാമറൂൺ ഗ്രീനും റിങ്കു സിംഗ്, അജിങ്ക്യ രഹാനെ എല്ലാം നല്ലോണം സുനിൽ നാരായണൻ എല്ലാ കാര്യത്തിലും അതാണ്. അപ്പൊ എനിക്കും ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫേവറേറ്റ് ടീം ഈ പ്രാവശ്യം മുംബൈ ഇന്ത്യൻസ് ആണ്. സോ മുംബൈ ഇന്ത്യൻസ് ഒരു നല്ല ഫോമില്, കാര്യം വേൾഡ് കപ്പില് സെക്കൻഡ് ഹൈ സ്കോർ ആണ് അതുകൊണ്ട് ടീം എന്താ എല്ലാരും വിലയിരുത്തുന്ന ടീമിനകത്ത് ഏറ്റവും പവർ മുംബൈ തന്നെയാണ്. ഒട്ടും മോശമാണ് മുംബൈയിലെ ഫോറിൻ പ്ലേയേഴ്സ്. എങ്ങനെ നോക്കിയാലും അത് ഫോറിൻ പ്ലേയേഴ്സ് എല്ലാവരും സ്ട്രോങ് ആയിട്ടുള്ള മുംബൈ. അല്ല ആരെ മാറ്റുന്നത് അറിയേണ്ടത്, എങ്ങനെ മാറ്റി ടീം സെറ്റ് ചെയ്യുന്നത്. പ്ലേയിങ്ങിൽ എവിടെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. രണ്ട് ടീം ഉണ്ട് നമ്മുടെ കളിക്കാൻ പറ്റി, ആ റേഞ്ചിൽ ആൾക്കാരുണ്ട്. ഫോമിലാണ്. മൊത്തത്തില് ഒരു മുംബൈ മയം ഇതിലിരിക്കുന്നത് ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ പോലും ഇരിക്കുന്ന ക്യാപ്റ്റൻസിയിലാണ് ഇവരെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു. എക്സ്പീരിയൻസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റനെങ്കിലും രോഹിത് ശർമ്മയുടെ എക്സ്പീരിയൻസ് യൂസ് ചെയ്യുന്ന ഇപ്പൊ കഴിഞ്ഞ സീസണിലെ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം പിന്നെ കുഴപ്പമില്ലെന്നുള്ളൂ. അല്ല ഇതൊരു ലൈക് ജിക്സോ പോലെയാണ്, എല്ലാം കറക്റ്റ് ആയിട്ട് പ്ലേസ് ആയി വരുമ്പോ ആ കളി ജയിക്കും. ഡേയുടെ ആയിരിക്കും ചിലപ്പോ ഇന്ന് മുംബൈ ജയിക്കാം, അത്ര മോശം ടീമൊന്നും അല്ല KKR. നല്ലൊരു ടീമാണ്. ഇപ്പൊ ഈ പറഞ്ഞ ക്യാപ്റ്റൻസിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഹാർദിക് പാണ്ഡ്യനെ ക്യാപ്റ്റൻ ആക്കിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സൂര്യകുമാർ യാദവ് ഉണ്ട്, രോഹിത് ശർമ്മയുണ്ട്. ലോട്ടറി ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഹാർദിക് പാണ്ഡ്യയാണ് മുംബൈയുടെ ഒരു വിഷയമാണ്. അവര് ഫ്യൂച്ചറിലേക്ക് നോക്കിയിട്ട് ഇപ്പൊ രോഹിത് ശർമ്മ എത്ര വർഷം കളിക്കുന്ന നമുക്ക് അറിയില്ല. അപ്പൊ അത് അന്ന് ആ ഡിസ്റ്റൻസ് ടൈമില് പുള്ളി തട്ടിപ്പറിച്ച് കൊടുത്ത പോലെയായിരുന്നു. അത് ആക്ച്വലി നല്ല രീതിയിൽ കൊടുക്കായിരുന്നു. എനിക്ക് അത് രോഹിത് ശർമ്മയ്ക്ക് കുറച്ച് പ്രഷർ റിലീഫ് ആയിരിക്കും. പുള്ളി നല്ല ഫോമിലുള്ള സമയത്താണ് ഇങ്ങനെ അതിലൂടെ ഗുജറാത്തിൽ നിന്നാണ് ഹാർദിക് പാണ്ഡ്യ വന്നത്. അപ്പൊ അങ്ങനെ ക്ലോസ് വെച്ചാണ് വന്നത്. അപ്പൊ അത് നിർബന്ധിച്ചിട്ട് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻഷിപ്പ് കൊടുത്തുകൊണ്ടാണ് അന്ന് ഫാൻസ് എല്ലാവരും എതിർത്തത്. പക്ഷെ ഇപ്പൊ അവർ കളി വിളിക്കുമ്പോഴും അതിന് വേൾഡ് കപ്പും ജയിച്ചല്ലോ. അപ്പൊ അന്ന് ഭയങ്കര മൂവ്മെന്റ് ആണുള്ളത്. രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യ തമ്മിലുള്ള ഇതൊക്കെ ഭയങ്കര സീനാണ്. ഇപ്പൊ ഒരുപാട് ടീം സെറ്റായി. ഇനിയിപ്പോ ഹാർദിക് പാണ്ഡ്യ ഓക്കെ ആണത്. പക്ഷെ ഇപ്പോഴത്തെ അജിങ്ക്യ രഹാനെ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് കുറച്ചുകൂടെ ഹാർദിക് പാണ്ഡ്യ കമ്പയർ ചെയ്യുമ്പോൾ ചെന്നൈ കളി സമയത്തും പുള്ളി വന്നിട്ട് കളിച്ചായിരുന്നു. പുള്ളി കളിക്കുന്നുണ്ട്, പക്ഷെ ക്യാപ്റ്റൻസിയാണ് ഞാൻ ചോദിച്ചത്. കാരണം ഒരു എപ്പോഴും T20 എന്ന് പറയുന്ന ഒരു അഗ്രഷനാണ്. ഇപ്പൊ പാണ്ഡ്യയാണെങ്കിലും നല്ലൊരു അഗ്രഷൻ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. മൊത്തത്തിൽ എല്ലാ ക്യാപ്റ്റന്മാരും ഒരു അഗ്രസീവ് ആയിട്ട് മേബി ചെന്നൈയിൽ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ IPL എനിക്ക് പറഞ്ഞു കഴിഞ്ഞാല്
ബാറ്റ്സ്മാൻമാരുടെ മാച്ചാണെന്ന് പറഞ്ഞെങ്കിലും ബോളേഴ്സിന് നല്ല റോൾ ഉണ്ടെന്ന് പറയുന്നത്. അതെ. അതേപോലെ ക്യാപ്റ്റൻസി അറിയില്ല. അഗ്രസീവായ ക്യാപ്റ്റൻ ഉണ്ടെങ്കിലും കാമായിട്ടുള്ള ക്യാപ്റ്റനും ജയിപ്പിക്കുന്ന കളി. ഇപ്പൊ രോഹിത് ശർമ്മ അത്ര അഗ്രസീവായിട്ട് ഫീൽഡിൽ വരാറില്ലായിരുന്നു. പുള്ളി കപ്പൊക്കെ ഉണ്ടല്ലേ. ധോണിയാണെങ്കിൽ ക്യാപ്റ്റൻ കൂടാണ് പുള്ളി. അതിന്റെ അഗ്രസീവ് ക്യാപ്റ്റൻസും ഒക്കെ ഉണ്ട്. ഓവർ അഗ്രസീവ് ആയിട്ട് RCB എത്ര നാള് ക്യാപ്റ്റനാണ്. അഗ്രസീവ് അവരുടെ ബാറ്റിങ്ങും ബോളിങ്ങും നോക്കുകയാണെങ്കിൽ ഓക്കെ. അല്ലാതെ അത് ക്യാപ്റ്റൻസി എങ്ങനെ അവർ കാണുന്നു എന്നുള്ള രീതിയിലാണ് ആൾക്കാരെ പ്ലേസ് ചെയ്യുക. ഈ കറക്റ്റായിട്ട് ബാറ്റിംഗ് അല്ല ബോളിംഗ് പ്ലേസ് ചെയ്യരുത്. ആർക്ക് കൊടുക്കുന്നു ക്രൂഷ്യൽ മൊമെന്റ്സിൽ. ഇന്നലത്തെ മാച്ചിൽ ഇപ്പം ഇഷാനിഷിനെ പറ്റാതെ പോയതാണ് പുള്ളി. അത് ആ ഒരു ക്യാപ്റ്റൻസി പുള്ളി ചെയ്തുകൊണ്ട് ചെയ്യാത്തുണ്ടായി ചിലപ്പോൾ. അപ്പൊ ഇന്നത്തെ ഇപ്പൊ എല്ലാ എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസം പ്രതീക്ഷിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു അത് എപ്പോഴും ഇമ്പാക്ട് പെർഫോമർ അല്ലെങ്കിൽ നോക്കുന്നത് ആരാണ് മുംബൈയില്? മുംബൈയില് എനിക്ക് എല്ലാ ഇന്ത്യൻ പ്ലേയേഴ്സും ഇത് തന്നെയാണ്. പറഞ്ഞ പോലെ തിലക് വർമ്മ ആണെങ്കിലും എല്ലാവരും കളിക്കാൻ. ഹാർദിക് പാണ്ഡ്യന്റെ ആയിരിക്കും മിക്കവാറും. വിൽ ജാക്സൺ ഓൾറൗണ്ടർ മാറ്റം കൊണ്ടുവരാൻ സാധ്യത അവിടെ. ഞാൻ പ്രതീക്ഷിക്കുന്നത് വീണ്ടും ബുംറയിലാണ്. ബുംറ ഒരു വലിയ മാറ്റത്തിന് ചാൻസ് ഉണ്ട്. കാരണം ബോളിംഗ് നിലയില് ഒരു ഡബിൾ ബാറ്റിലാണ് ബുംറയും ട്രെന്റ് ബോൾട്ട് എന്ന് പറയുന്നത്. അവരെ നേരിടാൻ കുറച്ച് പാടായിരിക്കും ഏത് ടീമിലാണെങ്കിലും. ഞാൻ ബുംറയാണ് ഒരു ക്രൂഷ്യൽ പ്ലെയർ ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സുനിൽ ഗാരെ തന്നെയാണ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിൽ ക്യാമറോൺ ഗ്രീൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യത്തെ പൈസ കൊടുത്ത് മേടിച്ച ആളാണ് ക്യാമറോൺ ഗ്രീൻ. അതുകൊണ്ട് തന്നെ ക്യാമറോൺ ഗ്രീനിന് പ്രതീക്ഷയുണ്ട്. എക്സ്പീരിയൻസ് നോക്കുമ്പോൾ സുനിൽ ഗാരെയും കുറച്ചുകൂടി തരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പിടിക്കുന്ന ആളിപ്പോ കളിപ്പിക്കുന്നത് ആരെ കളിപ്പിക്കുന്നത് നമുക്ക് ഐഡിയ ഇല്ല. വൺ സൈഡ് ബാറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാം കൂടി നോക്കുമ്പോ ബോളിംഗ് ആണ് എനിക്ക് ബോളേഴ്സ് ഇല്ല എന്നുള്ളതാണ്. സ്പിന്നേഴ്സ് ആണെങ്കിൽ നല്ലൊരു എനിക്ക് ഇന്ന് കിട്ടുമെന്ന് എനിക്കൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണം വേൾഡ് കപ്പിൽ അധികം കളിക്കാൻ പറ്റിയില്ല. മാത്രമല്ല ഇപ്പം രജിന്റെ വീട്ടിൽ പ്ലേസ് ചെയ്ത് പറഞ്ഞല്ലോ പ്ലേസിനെ കൂടെ കൊണ്ട് ഇറക്കുന്നുണ്ട്. കാരണം ഓപ്പണിംഗ് എം പി പറഞ്ഞ സുനിൽകാരെയും അജിങ്കാരെയും ഓപ്പണിംഗ് ഇറങ്ങുന്നത്. പിന്നെ ഈ വൺ ഡൗണിൽ കണ്ട ചീഫിട്ട് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് രജിന്റെ വീട്ടിൽ അങ്ങനെ വരാൻ പറ്റുന്നു. അപ്പോഴേക്ക് ശേഷം ഫോറിൻ പ്ലേസിന്റെ 4 പേരെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇന്നത്തെ കളി കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി പോസ്റ്റ് അനാലിസിസിൽ എന്താണ് സംഭവിക്കാന്നുള്ളത് നോക്കാം. സോ നമ്മള് IPL-ന്റെ ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും. സോ നമ്മുടെ വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാം. സോ എല്ലാവർക്കും നല്ലൊരു വീക്ക് ആശംസിക്കുന്നു. ബൈ ബൈ.